Morning. Good morning, Miss. Good morning. Good morning. Okay, എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? Yes. Yes. അപ്പോൾ നമ്മൾ ഇന്ന് ഏത് ചാപ്റ്റർ പഠിക്കുന്നത്? ഇന്ന് നമ്മൾ നമ്മുടെ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ നെക്സ്റ്റ് പോർഷനാണ് പഠിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഫോട്ടോസിന്തസിസ് വരെ അല്ലേ പഠിച്ചത്? അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് പോർഷനാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? Alvin Aldos, can you see the screen? Yes. Okay. അപ്പോൾ നമ്മൾ ഇനി ഫോട്ടോസിന്തസിസ് വരെ പഠിച്ചു. ആ പോർഷനിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? No. ഓക്കെ. അപ്പോൾ ഇനി നിങ്ങൾ നോട്ട് ചെയ്തോളൂ. നമ്മുടെ ചാപ്റ്ററിലെ നെക്സ്റ്റ് ഹെഡിങ് ആണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. അത് അതർ മോഡ്സ് ഓഫ് ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ്. അതർ മോഡ്സ് ഓഫ് ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ്. Other modes of nutrition in plants. എഴുതിയോ മക്കളെ? ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരെ പഠിച്ചു പ്ലാന്റ്സ് സ്വന്തമായിട്ടാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് അതർ മോഡ്സ് ഓഫ് ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ട്, അതായത് സ്വന്തമായിട്ടല്ലാതെ മറ്റു രീതിയിൽ ചില പ്ലാന്റ്സ് ഫുഡിന് വേണ്ടി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഫുഡ് മറ്റു രീതിയിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. ഇനി നമ്മൾ അവരെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. There are some plants which do not have chlorophyll, so they cannot synthesize food. അതായത് നമ്മൾ ഫോട്ടോസിന്തസിസ് പഠിച്ചപ്പോൾ അതിനകത്ത് നമ്മൾ പഠിച്ചിരുന്നു പ്ലാന്റ്സിന് ഫുഡ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ക്ലോറോഫിൽ വേണം. Isn't it? Yes. Yes. കുറച്ച് പ്ലാന്റ്സിന് എന്തില്ല? ക്ലോറോഫിൽ ഇല്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പൊ ആ പ്ലാന്റ്സ് എന്നാ ചെയ്യും? Like humans and animals, such plants depend on others for food. മറ്റുള്ളവരില് ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ മറ്റുള്ളവരിലല്ലേ ഡിപ്പെൻഡ് ചെയ്യുന്നത്? മറ്റു പ്ലാന്റ്സിനെ ആനിമൽസിനെ ഡിപ്പെൻഡ് ചെയ്തല്ലേ ഹ്യൂമൻ ബീങ്സ് കഴിക്കുന്നത്. അതേപോലെ ഈ പ്ലാന്റ്സ് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യും. They use the heterotrophic mode of nutrition. അവരെന്താ യൂസ് ചെയ്യുന്നത്? നമ്മള് ആനിമൽസ് ഹ്യൂമൻ ബീങ്സും യൂസ് ചെയ്യുന്ന പോലത്തെ heterotrophic mode of nutrition ആണ് അവരും യൂസ് ചെയ്യുന്നത്. That means they depend on others for their food. Is that clear now? Yes. Okay. അതിനൊരു എക്സാമ്പിൾ ആണ് കസ്ക്യൂട്ട. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മളുടെ ഇത്തിൽ കണ്ണി എന്ന് പറയുന്നത് മറ്റു മരങ്ങളിലൊക്കെ പിടിച്ച് വളരുന്നത് കേട്ടിട്ടുണ്ടോ? Have you heard that word? അല്ലെങ്കിൽ മരവാഴ എന്നൊക്കെ പറയുന്ന പോലെ മരത്തിൽ, അതായത് മറ്റു മരങ്ങളിനെ ഡിപ്പെൻഡ് ചെയ്ത് വളരുന്നവര്. നമ്മൾ പടർത്തി വിടുന്ന ചെടികൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ ചില പുല്ലുകൾ എന്നൊക്കെ പറയാം, ഇങ്ങനെ മരത്തില് വളരുന്ന ചെടികളുണ്ട്. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും അങ്ങനത്തെ? Say yes or no? Yes. അതായത് നമ്മൾ മണ്ണിൽ സപ്പോർട്ട് കൊടുക്കുന്നതല്ല, ഇത് വളരുന്നതേ ആ മരത്തിൽ വെച്ചിട്ടാണ്. അപ്പോ അതിന് ക്ലോറോഫിൽ ഇല്ല, അതുകൊണ്ട് അവർക്ക് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവരെന്ത് ചെയ്യും? ഈ ട്രീയിലുള്ള ന്യൂട്രിയൻസ് ഒക്കെ ഇവര് വലിച്ചെടുത്തിട്ടാണ് ഇവര് വളരുന്നത്. അതായത് they absorbs the nutrients and minerals from the host tree. Host tree means in which they are growing. അവർ വളരുന്ന ട്രീനെ പറയുന്നതാണ് ഹോസ്റ്റ് എന്ന്. മനസ്സിലായോ? From the host tree and they grow up. അതിനൊരു എക്സാമ്പിൾ ആണ് എന്താ? കസ്ക്യൂട്ട. അപ്പൊ ഹോസ്റ്റ് ട്രീ എന്താന്ന് മനസ്സിലായോ? ഹോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാന്ന് മനസ്സിലായോ? ഹലോ, എന്താണ് ഹോസ്റ്റ് എന്ന് മനസ്സിലായോ മക്കൾക്ക്? Okay.
അനഘ സി പി മനസ്സിലായോ മോൾക്ക് എന്താണ് ഹോസ്റ്റ് എന്ന് പറഞ്ഞത് ഇപ്പോ? സേ യെസ് ഇൻ ലൗഡർ വോയിസ്. ഞാൻ റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. അതായത് നിങ്ങൾ മറ്റ് ചെടികളിൽ, നമ്മുടെ ചുറ്റുപാടുമുള്ള മരങ്ങളിൽ നോക്കിയാൽ കാണും വേറെ ചെടി അതിൽ വളർന്നു വരുന്നത്. നമ്മളിങ്ങനെ ക്ലൈംബ് ചെയ്യാൻ സപ്പോർട്ട് കൊടുക്കുന്നതല്ല. അതായത് ചിലവർ കണ്ടിട്ടുണ്ടാവും പയറൊക്കെ അല്ലെങ്കിൽ പാഷൻ ഫ്രൂട്ട്, പയർ, മുന്തിരിയൊക്കെ നമ്മൾ ഏതെങ്കിലും മറ്റു മരത്തിനോട് സപ്പോർട്ട് കൊടുത്തിട്ട് വള്ളികൾ കെട്ടിക്കൊടുക്കും അതിന് വളർന്നു വരാനായിട്ട്, അല്ലേ? അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ അതിന്റെ വേരടക്കം റൂട്ട് ഇറ്റ് സെൽഫ് ഒരു ട്രീനെ ഡിപ്പെൻഡ് ചെയ്ത് വളരും. അത് നമ്മുടെ ചുറ്റും നിങ്ങൾ ഇത് ക്ലാസ് കഴിയുമ്പോൾ നെറ്റിലൊക്കെ നോക്കി കാണും. ഞങ്ങളുടെ ടെക്സ്റ്റിൽ അതിന് ഫോട്ടോസ് ഉണ്ട്, അങ്ങനെ നോക്കിയാൽ മതിയാവും. അതിന് എക്സാമ്പിൾ ആണ് ഞാൻ പറയാം, മരവാഴ. നിങ്ങൾ പാരന്റ്സിനോട് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും മരവാഴ എന്ന് പറയും. അതായത് ഇപ്പോൾ അത് വളരുന്നത് നമ്മുടെ ഒരു മാംഗോ ട്രീയിലാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഞാനൊരു എക്സാമ്പിൾ ആണ് പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ മാത്രം. മാംഗോ ട്രീയിലാണെങ്കിൽ അത് എന്ത് ചെയ്യും? ആ മാംഗോ ട്രീയുടെ ന്യൂട്രിയൻസ് ഒക്കെ ഇത് വലിച്ചെടുത്തിട്ടാണ് ഇത് വളരുന്നത്. അത്രയും മനസ്സിലായോ? മനസ്സിലായോ മക്കൾക്ക്? ഓക്കെ, അപ്പോ ഇവിടെ മാംഗോ ട്രീ എന്ന് പറയുന്നതാണ് ഹോസ്റ്റ്. ഇങ്ങനെ വലിച്ചെടുത്ത് വളരുന്ന ട്രീ ഇപ്പൊ നമ്മൾ മരവാഴ എന്നാണ് പറഞ്ഞത്. അതാണ് ഇവിടത്തെ പാരസൈറ്റ്. അതായത് ഇങ്ങനെ മറ്റുള്ളവരിൽ നിന്ന്, അതായത് മറ്റു പ്ലാന്റ്സിൽ നിന്ന് അതിന് വേണ്ട ന്യൂട്രിയൻസ്, മിനറൽസ് ഒക്കെ അബ്സോർബ് ചെയ്ത് വളരുന്ന ടൈപ്പ് പ്ലാന്റ്സിനെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത്, അല്ലേ? അതിനെ പറയുന്ന പേരാണ് എന്ത്? പാരസൈറ്റ്സ്. മനസ്സിലായോ? പേരാണ് പാരസൈറ്റ്സ്. ഈസ് ദാറ്റ് ക്ലിയർ നൗ? Yes. ഓക്കെ ഓക്കെ, ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടോ? Say yes or no. Anybody have any doubt? No. Okay, may I continue? Yes. ഓക്കെ, അപ്പോ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഈ പോയിന്റ് എഴുതണം. അതായത് ലൈക്ക് ഹ്യൂമൻസ് ആൻഡ് ആനിമൽസ്, some plants depend on the food produced by other plants. They use the heterotrophic mode of nutrition. ഈ സ്ക്രീനിൽ ഞാനത് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കി എഴുതാം. This is a plant called Cuscuta. Ma'am, I can see the screen. You can't see? Okay. Can you see now? Yes. Okay. ഓക്കെ, ഞാനിത് ക്ലാസ് കഴിയുമ്പോൾ എന്തായാലും ഈ പേജ് നിങ്ങൾക്ക് സൈറ്റിലേക്ക് ഇട്ടിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. ഓക്കെ, ഇപ്പൊ ഞാൻ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ പഠിച്ചത് അതർ മോഡ്സ് ഓഫ് ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ്, അതായത് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്ത പ്ലാന്റ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ആ പ്ലാന്റ്സിന്റെ പ്രത്യേകത എന്താണ്? ദേ ഡിപ്പെൻഡ് ഓൺ അതർ പ്ലാന്റ്സ് ലൈക്ക് ഹ്യൂമൻസ് ആൻഡ് ആനിമൽസ്. ദാറ്റ് മീൻസ് they use the heterotrophic mode of nutrition. എന്തുകൊണ്ടാണ് ആ പ്ലാന്റ്സിന് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തത്? ബിക്കോസ് they do not have chlorophyll. It takes the ready-made food from the plant on which it is climbing. അതായത് അത് ക്ലൈംബ് ചെയ്യുന്ന മരത്തിലെ അല്ലെങ്കിൽ ചെടിയിലെ റെഡിമെയ്ഡ് ഫുഡ്, ആ ചെടി ഉണ്ടാക്കുന്ന ഫുഡ് എന്ത് അബ്സോർബ് ചെയ്യും? ഈ ക്ലോറോഫിൽ ഇല്ലാത്ത പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യും. അപ്പോൾ അത് വളരുന്ന ചെടീനെ പറയുന്ന പേരാണ് ഹോസ്റ്റ്. നമ്മള് അതിനകത്ത് ആ പിടിച്ചു കയറുന്ന, അതായത് അബ്സോർബ് ചെയ്യുന്ന ചെടിയുടെ പേരാണ് എന്ത്? പാരസൈറ്റ്. ഇത് രണ്ടുമാണ് ഇതിന്റെ ബയോളജിക്കൽ നൊട്ടേഷൻസ് പറയുന്നത്. അതായത് ഹോസ്റ്റ് എന്ന് പറയുന്നത് ഞാനിപ്പോ നേരത്തെ പറഞ്ഞ എക്സാമ്പിളില് നമ്മുടെ മാംഗോ ട്രീയും, പാരസൈറ്റ് എന്ന് പറയുന്നത് മരവാഴ. ഓക്കെ, കസ്ക്യൂട്ട, ഇസ് ദാറ്റ് ക്ലിയർ നൗ? Yes. Okay, may I move to the next topic? Yes. Okay.
ചെയ്യണം. അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും പ്ലാന്റ്സിന്റെ എക്സാമ്പിൾ നിങ്ങൾ എഴുതണം. ഇങ്ങനെ വളരുന്ന പ്ലാന്റ്സിന്റെ എക്സാമ്പിൾ എഴുതണം. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം, അന്നേരം കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. Is that clear now? Yes. Okay. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണോ, there are few plants which can trap insects and digest them. Such plants may be green or some other color. അതായത് മറ്റു ചില പ്ലാന്റ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു പ്ലാന്റ്സ് മറ്റു പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്ത് വളരുന്നു എന്ന് പറഞ്ഞു അല്ലേ? അതേപോലെ മറ്റു ചില പ്ലാന്റ്സ് ഉണ്ട്, അവരെന്താ ചെയ്യുന്നത്, they trap insects and digest them. അതായത് ഒരു ഇൻസെക്ട്സ്, നമ്മുടെ ചെറിയ ചെറിയ ഇൻസെക്ട്സ് ഇല്ലേ, അതിനെ swallow ചെയ്യുന്നു, അതിനെ വിഴുങ്ങി ഫുഡ് ആക്കിയിട്ട് വളർന്നു വരുന്ന പ്ലാന്റ്സ് ഉണ്ട്. നിങ്ങൾ അങ്ങനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹാവ് യു ഹേർഡ് ഓഫ് ദാറ്റ്? Yes. Okay, there are a few plants which can trap insects and digest them. Such plants may be green or of some other color. ഇപ്പൊ ഞാൻ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന ചെടി കാണുന്നുണ്ടോ? Can you see this? Yes. Okay, ഇതിന്റെ പേരാണ് pitcher. 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 It is an example for the plants of insectivorous type. Insectivorous means which eat insects or which trap insects and digest them. ഈ പിക്ചർ കാണുന്നില്ലേ? ഈ പിക്ചറിന്റെ അകത്ത് കണ്ടോ, ഈ ഒരു ചെടിയുടെ അകത്ത് ഒരു ഇൻസെക്ട് ഇരിക്കുന്നത് കണ്ടോ? Yes. അപ്പോ ഇതാണ് നമ്മുടെ ഇതിന്റെ പ്രോസസ് എന്ന് പറയുന്നത്. ദ പിക്ചർ ലൈക്ക് ഓർ ജഗ് ലൈക്ക് സ്ട്രക്ചർ ഈസ് ദ മോഡിഫൈഡ് പാർട്ട് ഓഫ് ലീഫ്. അതായത് അതിന്റെ ലീഫിൽ നിന്നുണ്ടാവുന്ന ഒരു പാർട്ടാണിത്. ദ അപെക്സ് ഓഫ് ദ ലീഫ് ഫോം എ ലിഡ് വിച്ച് ക്യാൻ ഓപ്പൺ ആൻഡ് ക്ലോസസ് ദ മൗത്ത് ഓഫ് ദ പിക്ചർ. ഇപ്പൊ ഈ തുറന്നിരിക്കുന്ന ഭാഗം നിങ്ങൾ കാണുന്നില്ലേ? അതായത് ഒരു റെഡ് ചെറിയ ചെറിയ ലൈൻസിന്റെ ഉള്ളിൽ ഒരു റൗണ്ട്, അവിടെയാണല്ലോ ഇൻസെക്ട് ഇരിക്കുന്നത്. ആ ഭാഗം ലീവ്സ് ക്ലോസ് ചെയ്യുകയും ഓപ്പൺ ചെയ്യുകയും ചെയ്യും. അപ്പൊ അത് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഇൻസെക്ട് അതിനകത്ത് ട്രാപ്ഡ് ആവും. ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഇൻസെക്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഇൻസെക്ട് എപ്പോഴും അത് ഓപ്പൺ അവസ്ഥയിലായിരിക്കും. അപ്പോൾ ഒരു ഇൻസെക്ട് വന്നു കഴിയുമ്പോഴേക്കും അത് വേഗം എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യും, ഇൻസെക്റ്റിനെ ട്രാപ്പ് ചെയ്യും അതിൻ്റെ അകത്തേക്ക്. അങ്ങനെയാണ് പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നത്, ഈ ഇൻസെക്ട്സിനെ ട്രാപ്പ് ചെയ്തിട്ട് കഴിക്കുന്നത്. മനസ്സിലായോ? Yes. Okay. Inside the picture there are hair which are directed downwards. ഇതിനകത്ത് ഒരു ഹെയർ പോലത്തെ സ്ട്രക്ചർ കണ്ടോ നിങ്ങൾ? ചെറിയ ചെറിയ ലൈൻസ് ആയിട്ട് കണ്ടോ ആ ഇൻസെക്റ്റിന്റെ തൊട്ട് താഴെയായിട്ട്? ഓക്കെ, അത് ഇങ്ങനെ ഡൗൺവേർഡ്സ് ആയിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്. When an insect lands in the picture, the lid closes and the trapped insect gets entangled into the hair. അതായത് ഇതിങ്ങനെ ഇൻസെക്ട് ഈ പ്ലാന്റിന്റെ അകത്തേക്ക് കയറി കഴിയുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞേ, ഇത് ക്ലോസ് ചെയ്യും അല്ലെ? ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഈ ഹെയർ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതെ അതിനകത്ത് എൻടാങ്കിൾ ചെയ്യും എന്നാ പറയുന്നത്. അതിനെ അവിടെ പിടിച്ചെടുക്കും. The lid closes and the insect is trapped. The insect is digested by the digestive juices secreted in the pitcher and its nutrients are absorbed. Such insect-eating plants are called insectivorous plants. മനസ്സിലായോ എന്താണുള്ളത്? Yes. The insect is digested by the digestive juice secreted in the pitcher. ഈ ലീവ്സ് സെക്രീറ്റ് ചെയ്യുന്ന ഡൈജസ്റ്റീവ് ജ്യൂസ് ഉപയോഗിച്ചിട്ട് ഈ ഇൻസെക്റ്റിനെ അവരെന്ത് ചെയ്യും, ഡൈജസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് അതിന് വേണ്ട ന്യൂട്രിയൻസ് അതിൽ നിന്ന് അബ്സോർബ് ചെയ്യും. അങ്ങനെ ഇൻസെക്ട് ഈറ്റിംഗ് പ്ലാന്റ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്. ഈസ് ദാറ്റ് ക്ലിയർ നൗ? Yes. ആർക്കെങ്കിലും സംശയമുണ്ടോ? Yes, ma'am. എന്താണ് സംശയം? പറഞ്ഞോ. No. Anybody have any doubt? No. എന്താണ് ഇൻസെക്ടിവോറസ് എന്ന് നമ്മൾ പഠിച്ചു. ഇപ്പൊ പിന്നെ അതിനു മുൻപ് നമ്മൾ പഠിച്ചത് പാരസൈറ്റിക് പ്ലാന്റ്സ്, അതായത് പാരസൈറ്റും ഹോസ്റ്റും ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ്. അത്രയും മനസ്സിലായില്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത്?
സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്ലാന്റ്സ്. അവരെന്താണ് അത് ഫോട്ടോസിന്തസിസ് വഴി സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു അല്ലെ. അതുപോലെ ആനിമൽസും ഹ്യൂമൻ ബീയിങ്സും എന്ത് ചെയ്യുന്നു, മറ്റു പ്ലാന്റ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു അല്ലെ ഫുഡിന് വേണ്ടിയിട്ട്. അതേപോലെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്ലാന്റ്സിനെ കുറിച്ചാണ് ഇപ്പോൾ പഠിച്ചത്. അവരെ പറയുന്ന പേരാണ് ദേ ആർ പാരസൈറ്റിക് പ്ലാന്റ്സ് ആൻഡ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്. അത് രണ്ടും മനസ്സിലായില്ലേ? പാരസൈറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റ് പ്ലാന്റ്സിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ ന്യൂട്രിയൻസും മിനറൽസ് ഒക്കെ അബ്സോർബ് ചെയ്തിട്ട് ഗ്രോ ചെയ്യുന്നു. ഇൻസെക്ടിവോറസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസെക്ട്സിനെ ടാപ്പ് ചെയ്ത് അവരുടെ ന്യൂട്രിയൻസും മറ്റ് വൈറ്റമിൻസും മിനറൽസ് ഒക്കെ അബ്സോർബ് ചെയ്തിട്ട് ഗ്രോ ചെയ്യുന്ന പ്ലാന്റ്സ്. ഇത്രയും മനസ്സിലായില്ലേ? ഓക്കെ. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ വീട്ടിലെ ബ്രെഡ് 2 ദിവസം ഇരുന്ന് കഴിയുമ്പോഴേക്കും ചീത്തയാവുന്നത് കണ്ടിട്ടുണ്ടോ? 2 ദിവസത്തിൽ കൂടുതലൊക്കെ നമ്മൾ എപ്പോഴും ബ്രെഡുകൾ വാങ്ങുമ്പോൾ അതിനകത്തൊരു ഡേറ്റ് ഓഫ് യൂസ് ബെസ്റ്റ് ബിഫോർ എന്നൊക്കെ പറഞ്ഞൊരു ഡേറ്റ് അവർ കൊടുത്തിട്ടുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനി ഞങ്ങളുടെ വീട്ടില് എപ്പോഴെങ്കിലും ബ്രെഡ് വാങ്ങുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അതായത് യൂസ് ബെസ്റ്റ് ബിഫോർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും. അതെന്തിനാ അങ്ങനെ കൊടുക്കുന്നത്? ചില വീട്ടില് അതെന്ത് ചെയ്യും, നമ്മൾ പെട്ടെന്ന് തന്നെ കഴിക്കും. ഒരു ആ ഡേറ്റിന് മുമ്പ് തന്നെ അത് കഴിക്കാൻ നോക്കാറുണ്ട്. ചില സമയത്ത് ഇപ്പൊ നമ്മൾ മറന്നു പോയാലൊക്കെ അത് അവിടെ ഇരുന്ന് അതിനകത്ത് ഒരു പച്ച കളറിലെ ഫംഗസ് വരുന്നത് കണ്ടിട്ടുണ്ടോ? അപ്പൊ നമ്മുടെ അമ്മമാരൊക്കെ പറയും പൂത്തുപോയി അല്ലെങ്കിൽ പൂപ്പല് പിടിച്ചു എന്നൊക്കെ പറയും. അങ്ങനെ കേട്ടിട്ടുണ്ടോ മക്കള്? ചീത്തയായി പോയി പറയും ബ്രെഡ്. ചില ഭക്ഷണ സാധനങ്ങൾ കുറെ ദിവസം ഇരുന്ന് കഴിയുമ്പോഴേക്കും, അതായത് അപ്പമൊക്കെയാണ്, അപ്പം അങ്ങനെ ഉണ്ടാക്കുന്ന ചപ്പാത്തി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറെ ദിവസം ഒരു ലിമിറ്റ് കഴിഞ്ഞിരിക്കുമ്പോഴേക്കും അതിനകത്തൊക്കെ അങ്ങനെ ഒരു പച്ച കളറിലെ കുത്ത് പോലെ അല്ലെങ്കിൽ കരിമ്പൻ അടിച്ച പോലെ എന്നൊക്കെ നമ്മൾ പറയും. നിറച്ച് കുത്തൊക്കെ ആയിട്ട് വരുന്നത് കണ്ടിട്ടുണ്ടോ? അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അങ്ങനെ വരുന്നത് ഒരു ബാക്ടീരിയ മൂലമാണ്. ആ ബാക്ടീരിയ എന്താണെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, എന്താണ് മിസ് പറയാൻ പോകുന്നതെന്ന് മനസ്സിലായില്ലേ? ഇങ്ങനെ വരുന്ന ഒരു ഫംഗസിനെ കുറിച്ചാണ് ഇപ്പൊ മിസ് പറയാൻ പോകുന്നത് ഇനി. ഓക്കെ, ഇതിനകത്ത് എന്താ പറയുന്നത്? ഫംഗൈ. ഫംഗൈ ആണ്, അതായത് ദാറ്റ് മീൻസ് ഫംഗസ്. അതിനെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി അവരുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് നമ്മൾ പറയുന്നത്. ഫംഗൈ ദേ ഹാവ് എ ഡിഫറെന്റ് മോഡ് ഓഫ് ന്യൂട്രീഷൻ. ദേ അബ്സോർബ് ദ ന്യൂട്രിയൻസ് ഫ്രം ദ ബ്രെഡ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഭൂരിഭാഗം ഭക്ഷണ സാധനങ്ങളിലാണ് അത് അധികം വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, ബ്രെഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദേ അബ്സോർബ് ദ ന്യൂട്രിയൻസ് ഫ്രം ദ ബ്രെഡ്. This mode of nutrition, in which organisms take in nutrients from dead and decaying matter, is called saprotrophic nutrition. മനസ്സിലായോ എന്താണ് സാപ്രോട്രോഫിക് ന്യൂട്രീഷൻ? അതായത് നമ്മുടെ വീട്ടിൽ ഡെഡ് ആൻഡ് ഡീക്കേഡ്സ്, അതിൽ നിന്ന് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്തുകൊണ്ട് വളരുന്ന പ്ലാന്റ്സിനെ പറയുന്ന അല്ലെങ്കിൽ വളരുന്ന ഓർഗാനിസത്തിനെ പറയുന്ന പേരാണ് സാപ്രോട്രോഫിക് ന്യൂട്രീഷൻ. അവരുടെ മോഡ് ഓഫ് ന്യൂട്രീഷന്റെ പേരാണത്. മനസ്സിലായോ? ഇപ്പൊ നമ്മളുടെ വീട്ടിൽ നമ്മൾ ബ്രെഡ് ചീത്തയാവുന്ന കാര്യം പറഞ്ഞു. അതായത് ആ ബ്രെഡ് ചീത്തയായി, ഇറ്റ് ബിക്കേം ഡെഡ് ഓർ ഡീക്കേ. ഇപ്പൊ ചില ഓർഗാനിസംസ് ആണെങ്കിൽ നമ്മൾ ഡെഡ് ചത്തുപോയി എന്ന് പറയും. ഡീക്കേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീത്തയാവുക അല്ലേ? അപ്പോ ഇവിടുത്തെ ബ്രെഡ്, നമ്മളുടെ ഇപ്പൊ നമ്മൾ പറയുന്ന ബ്രെഡ് ഡീക്കേഡ്, അത് ചീത്തയായി പോയി. അപ്പോ അതിൽ നിന്ന്, ആ ഡീക്കേ ചെയ്ത ബ്രെഡിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്ത് വളരുന്ന ഓർഗാനിസം ആണ് എന്തെന്ന് പറയുന്നത്, ആ മോഡ് ഓഫ് ന്യൂട്രീഷന്റെ പേരാണ് സാപ്രോട്രോഫിക് ന്യൂട്രീഷൻ. സാപ്രോട്രോഫിക് ന്യൂട്രീഷൻ. മനസ്സിലായോ? ഓക്കെ, നജ ഫാത്തിമ മനസ്സിലായോ? ഓക്കെ, റൂബൻ please unmute your mic and say. Clear ayo? Okay. Muflihabi. നിതിൻ അൽദോസ്, മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ മിസ് പറയുന്നത്? നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. മനസ്സിലാവുന്നുണ്ടോ?
അബേ അബേ പ്ലീസ് അൺമ്യൂട്ട് യുവർ മൈക്ക് ആൻഡ് സേ. മനസ്സിലായോ? Yes. ഓക്കെ, അപ്പോ നമ്മളിപ്പോ എന്താ പഠിച്ചത്? സാപ്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. Yes. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്? ഫംഗസ് അല്ലെങ്കിൽ ഫംഗി എന്ന് പറയുന്നത്. ഫംഗൈ ഓൾസോ ഗ്രോ ഓൺ പിക്കിൾസ്, ലെതർ, ക്ലോത്ത്സ് ആൻഡ് അതർ ആർട്ടിക്കിൾസ് ദാറ്റ് ആർ ലെഫ്റ്റ് ഇൻ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് വെദർ ഫോർ എ ലോങ് ടൈം. അതായത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അച്ചാറുകൾ കുറെ കഴിയുമ്പോൾ ചീത്തയായി പോയി നമ്മമാര് പറയാറുണ്ട് ഇല്ലേ? ഉപയോഗിക്കാതിരിക്കുന്ന പുറത്തിരിക്കുമ്പോൾ ചീത്തയായി പോയി എന്ന് പറയൂലേ? അതേപോലെ നമ്മുടെ ബാഗുകള്, ചില തുണികള് കുറെ നാള് പുറത്തിട്ട തുണികൾ പുറത്തിടുമ്പോ കരിമ്പൻ അടിച്ചു എന്ന് പറയും. ഓർക്കുന്നുണ്ടോ? അങ്ങനെ കേട്ടിട്ടുണ്ടോ? Yes. അതേപോലെ Yes. അതേപോലെ പറയുന്ന നമ്മുടെ ക്ലോത്ത്, ലെതർ ബാഗ്സ്, അമ്മമാരുടെയൊക്കെ ബാഗുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ബാഗുകൾ കുറെ നാള് നമ്മൾ ഉപയോഗിക്കാതെയൊക്കെ മാറ്റിയിട്ട് കഴിയുമ്പോൾ നമുക്ക് കാണാം അതിനകത്ത് ഇങ്ങനെ പൂപ്പല് വന്ന പോലെ ഒരു വൈറ്റ് കളർ പാച്ചസ് വന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ള എല്ലാത്തിനും Yes. പറയുന്ന പേരാണ് ഫംഗൈ. ഫംഗസ് നമ്മൾ ഒറ്റയായിട്ട് പറയുമ്പോൾ പറയും, ഒരുമിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്നതാണ് ഫംഗൈ. ഓക്കെ, അപ്പോ നമ്മൾ എന്താ ഇന്ന് പഠിക്കുന്നത്? ഈ ഫംഗൈ എങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നതെന്നാ. അവര് ഇങ്ങനെ ഡെഡ് ആൻഡ് ഡീക്കേഡ് മെറ്റീരിയൽസിൽ നിന്ന് എന്ത് ചെയ്യും? അവർക്ക് വേണ്ട ന്യൂട്രീഷൻസ് അബ്സോർബ് ചെയ്തിട്ട് അവര് ഗ്രോ ചെയ്യും. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് സാപ്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. അതായത് അവര് ഈ സാപ്രോട്രോഫിക് മറ്റുള്ളവരിൽ നിന്ന് അവർ ചീത്തയായി പോയ സാധനങ്ങളിൽ നിന്ന് അവർക്ക് വേണ്ട ന്യൂട്രിയൻസ് വലിച്ചെടുത്ത് വളരുന്നതിനെ പറയുന്ന പേരാണ് സാപ്രോട്രോഫിക് ന്യൂട്രീഷൻ. ഈസ് ദാറ്റ് ക്ലിയർ നൗ? Yes. Okay. Some organisms live together and share both shelter and nutrients. അതായത് ചില മറ്റു ഓർഗാനിസംസ് ഉണ്ട്, അവര് ഒരുമിച്ച് ജീവിച്ചിട്ട് അവരുടെ ഷെൽട്ടറും ന്യൂട്രിയൻസ് ഒക്കെ പരസ്പരം ഷെയർ ചെയ്യും. ദിസ് റിലേഷൻഷിപ്പ് ഈസ് കോൾഡ് സിംബയോസിസ്. എന്താണ്? സിംബയോസിസ്. Symbiosis. Okay. For example, certain fungi live inside the roots of plants. The plants provide nutrients to the fungus, and in return, the fungus provides water and certain nutrients. അതായത് അതിനൊരു എക്സാമ്പിൾ ആണ് പറയുന്നത്. സിംബയോസിസിന് നമുക്കൊരു എക്സാമ്പിൾ പറയാവുന്നതാണ്. നമ്മൾ പശുവിനെയും കാക്കേനെയും കണ്ടിട്ടുണ്ട്. യു ക്യാൻ സീ ഇൻ യുവർ കോർട്ട്യാർഡ്സ് if you have or not have a cow or crow, you can see that while cow is in the that valley side, means while they are eating grass, you can see that crow is sitting on the cow. കണ്ടിട്ടുണ്ടോ മക്കൾ അങ്ങനെ പശുവിന്റെ മുകളിൽ കാക്ക കയറിയിരിക്കുന്നതായിട്ട്? Yes. അല്ലെങ്കിൽ അത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പശുവിന്റെ മുകളില് ചെറിയ ചെറിയ ഇൻസെക്ട്സ് വന്നിരിക്കും. ചെറിയ ചെറിയ ഇൻസെക്ട്സ് നമ്മളെ കടിച്ചാലും നമുക്ക് ബുദ്ധിമുട്ടില്ലേ? അതേപോലെ പശുവിന് ചള്ള് വരിക എന്ന് പറയും, ചെറിയ ചെറിയ ഇൻസെക്ട്സ്. അപ്പോ കാക്ക എന്താ ചെയ്യുന്നത്? അതിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ആ ഇൻസെക്ട്സിനെ കൊത്തിയെടുക്കുക ചെയ്യുന്നത് അതിന്റെ മുകളിൽ നിന്ന്. അപ്പോ പശുവിന് എന്താ യൂസ്ഫുള്ള്? അതിന്റെ മേത്ത് ഇൻസെക്ട്സ് പോയി കിട്ടുന്നു. കാക്കയ്ക്കാണെങ്കിലോ അത് ഫുഡായിട്ട് കഴിക്കാൻ പറ്റുന്നു അല്ലേ? ഇങ്ങനെ പരസ്പരം സഹകരിച്ച് പോകുന്ന പ്ലാന്റ്സ് ഓർ ഓർഗാനിസംസ്, എന്തായാലും പ്ലാന്റ്സ് ആയാലും ആനിമൽസ് ആയാലും ഇങ്ങനെ പരസ്പരം സഹകരിക്കുന്നതിനെ പറയുന്നതിന്റെ പേരാണ് സിംബയോസിസ്. മനസ്സിലായോ? Yes. ഓക്കെ, അപ്പോ ഞാനിപ്പോ നമ്മളുടെ ഇവിടുത്തെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ വായിക്കാം. Some organisms live together and share both shelter and nutrients. This relationship is called symbiosis. For example, certain fungi live inside the roots of plants. The plants provide nutrients to the fungus, and in return, the fungus provides water and certain nutrients. ചില ചെടികളുടെ ഉള്ളില്, അതായത് റൂട്ട്സില് എന്ത് ചെയ്യും? ഫംഗസ് ഉണ്ടാകും. അതെന്താ ചെയ്യുന്നത്? ഈ ഫംഗസ് പ്ലാന്റ്സിന് വേണ്ട ന്യൂട്രിയൻസും ഈ ഫംഗസിന് വേണ്ട ന്യൂട്രിയൻസ് പ്ലാന്റ്സിൽ നിന്ന് അബ്സോർബ് ചെയ്യും. തിരിച്ച് ഈ ഫംഗസ് എന്താ കൊടുക്കുന്നത്? പ്ലാന്റ്സിന് വേണ്ട ന്യൂട്രിയൻസും ചില ന്യൂട്രിയൻസും വാട്ടറും തിരിച്ചു കൊടുക്കും. മനസ്സിലായോ? Yes. ഓക്കെ,
ഇനി നമ്മുടെ ഈ സയൻസിന്റെ ചാപ്റ്റർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. നമ്മൾ അതിന്റെ ലാസ്റ്റ് പോർഷനിലേക്കാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. ഇൻ ഓർഗാനിസംസ് കോൾഡ് ലൈക്കൻ, a chlorophyll containing partner which is an algae and a fungus live together. The fungus provides shelter, water and minerals to the algae, and in return the algae prepares and provides food to the fungus. ഇത് മറ്റൊരു എക്സാമ്പിൾ ആണ് പറയുന്നത് സിംബയോസിസിന്. അതായത് ലൈക്കൻസ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, എന്താ പറയുന്നത്, ഒരു തരം ഓർഗാനിസം ഉണ്ട്, അതിന്റെ മറ്റൊരു പാർട്ട്ണറാണ്. അപ്പൊ നമുക്ക് എക്സാമിന് പാർട്ട്നേഴ്സിന് എഴുതാൻ വരും. സിംബയോസിസും അതിന്റെ പാർട്ട്നേഴ്സിന് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാവുന്ന എക്സാമ്പിൾസ് ആണ് ഇതെല്ലാം. അപ്പോൾ ഒരു പേരാണ് ലൈക്കൻസ് ആൻഡ് ആൽഗെ. അതായത് ലൈക്കൻസിന് എന്തുണ്ട്? ലൈക്കൻസിന് ക്ലോറോഫിൽ ഇല്ല, പക്ഷെ ആൽഗയ്ക്ക് ക്ലോറോഫിൽ ഉണ്ട്. അതുകൊണ്ട് ആൽഗയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇറ്റ് ക്യാൻ പ്രിപ്പയർ ഫുഡ് ബൈ ദംസെൽസ്. അവർക്ക് അവരുടെ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ ആൽഗെ ലൈക്കൻസ് എന്ത് ചെയ്യും? ഈ ആൽഗയ്ക്ക് വേണ്ട ഷെൽട്ടർ കൊടുക്കും, വാട്ടറും കൊടുക്കും. The fungus here means the lichens. It provides shelter, water and minerals to the algae, and the algae prepare food and it provides to the fungus. അതെന്താണെന്ന് മനസ്സിലായോ? Yes. ഓക്കെ. അപ്പോ ഇതോടുകൂടി നമ്മളിപ്പോ ഡിഫറെന്റ് മോഡ്സ് ഓഫ് ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ് ആണ് പഠിച്ചത്. ഓർക്കുന്നുണ്ടോ? ഫസ്റ്റ് വൺ ഫോട്ടോസിന്തസിസ്, second type parasitic plants, third one insectivorous plants and fourth one symbiosis. നമ്മൾ ഈ 4 മെത്തേഡുകളല്ലേ പഠിച്ചത്. അപ്പോ ഓൾമോസ്റ്റ് നമ്മൾ നമ്മുടെ ചാപ്റ്റർ ഇന്ന് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അതിനകത്ത് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം, യു മസ്റ്റ് റീഡ് ദ ടെക്സ്റ്റ് ബുക്ക്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എന്തായാലും വായിക്കണം, എന്നാലേ നിങ്ങൾക്ക് എക്സാമ്പിൾസ് ഒക്കെ കൂടുതൽ മനസ്സിലാവുള്ളൂ. അതിനകത്ത് പറയുന്ന ആക്ടിവിറ്റീസ് ചെയ്യണം. നമുക്കിതിപ്പോ നേരിട്ട് സ്കൂളിൽ ഇരുന്ന് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങളോട് നിർബന്ധമായിട്ടും ടീച്ചർ പറയുന്നത് മക്കൾ ചെയ്യണം, നിർബന്ധമായിട്ടും ചെയ്യണം. ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുന്നതിന് മുൻപ് സയൻസിന്റെ ഫസ്റ്റ് ചാപ്റ്റർ വായിക്കണം. അതുമായിട്ട് ബേസ് ചെയ്ത് നിങ്ങൾക്ക് അതിനകത്ത് അറിയാവുന്ന ആക്ടിവിറ്റീസ് ചെയ്യണം. കിട്ടാത്തത് നിങ്ങളുടെ ടീച്ചേഴ്സിന് വാട്സപ്പിൽ അയച്ചു കൊടുക്കുക. അവര് നിങ്ങൾക്ക് അതിന് വേണ്ട മറുപടികൾ തരും. ഓക്കെ. സോ ടുഡേ വി ആർ വൈൻഡിങ് അപ്പ് ദ ക്ലാസ്. ഈ ഇത്രയും ക്ലാസ്സിന്റെ നോട്ട്സ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഈവനിങ്ങിൽ കയറി നോക്കാം. ഓക്കെ. പഠിപ്പിച്ചത് അത്രയും മനസ്സിലായില്ലേ? ഓക്കെ, then bye.